ഇന്നിപ്പോ പൂജ നടന്ന ഫോർ സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഓഡിഷൻ അയച്ചു. ഷാൻ അല്ല അത് വാങ്ങിച്ചു, വേറൊരു കാസ്റ്റിംഗ് ഡയറക്ടറിന് അത് വാങ്ങിച്ചൊക്കെ ചെയ്തതിന് ശേഷം എന്നെ വിളിപ്പിച്ചു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് ചേട്ടൻ പെർഫോമൻസ് ഒന്നും കാണിക്കണ്ട, കാരണം ചേട്ടൻ്റെ പെർഫോമൻസ് ഈ വീഡിയോസിലൂടെ നമ്മൾ കണ്ടു, അതുപോലെ നമ്മൾ ബിഗ് ബോസിലൂടെ കണ്ടു, ബാക്കി സിനിമകളിലൂടെ കണ്ടു. രണ്ടും ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. ആദ്യം എന്നെ ഞെട്ടിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച ആളാണ് ഷാൻ കേച്ചേരി. അല്ല, ഒരു ചോദ്യം ഞാൻ പറയാം കേട്ടോ, ഇത് ഇന്നിവിടെ പറയാൻ അവസരം കിട്ടാനില്ല. ഷാൻ എന്നോട് ചോദിച്ചു, ചേട്ടാ നമ്മുടെ സിനിമ റിലീസാവാൻ പോകുന്ന ദിവസമാണ് ഇന്നേ ദിവസം ചേട്ടന് വേറൊരു സിനിമയിൽ ഓഡിഷന് വിളിച്ചിരിക്കുകയാണ്. അത് വലിയൊരു സിനിമയാണ്, അതിൻ്റെ ഓഡിഷന് വിളിച്ചേക്കുകയാണ്. അപ്പം ഈ ഇറങ്ങാൻ പോകുന്ന ഈ സിനിമയിൽ ആണോ ഫസ്റ്റ് ഷോ നമ്മളോടൊപ്പം കാണാനായിട്ട് ചേട്ടൻ വരുമോ, അതോ ചേട്ടൻ ആ ഓഡിഷൻ്റെ വർക്കിന് പോയിട്ട് മറ്റേ സിനിമയിൽ അവരുടെ കൂടെ അതിലേക്ക് പോകുമോ, ഓഡിഷന് പോകുമോ? ഇതായിരുന്നു ചോദിച്ച ചോദ്യം. ഗംഭീര ചോദ്യമാണ് കേട്ടോ. അതെ, കുഴപ്പിക്കുന്ന ചോദ്യം. ഞാൻ പറഞ്ഞു, സത്യസന്ധമായി ഞാൻ പറയാം, 99% ഞാൻ ചെയ്ത ഈ പടം കാണാനും ഈ പടം പ്രൊമോഷൻ നടത്താനും ഈ പടം ജനങ്ങളിലേക്ക് എത്തിക്കാനായിരിക്കും ഞാൻ വരിക എന്ന് പറഞ്ഞു. പുള്ളി എണീച്ച് കെട്ടിപ്പിടിച്ചു. സത്യം. പുള്ളി എന്നോട് പറഞ്ഞു, ഇതിനു മുമ്പ് ഞാൻ ചോദിച്ച എല്ലാവരും പറഞ്ഞത് അവർ അടുത്ത പടത്തിന്റെ ഓഡിഷനിലേക്ക് പോകും എന്നാണ് പറഞ്ഞത്. പുള്ളി എന്നോട് പറഞ്ഞു ഫിക്സ്ഡ്, നമുക്ക് ബാക്കി അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാനത് പറയാൻ കാരണം എന്തെന്നൊന്നും ചോദിച്ചില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാലേ, നമ്മൾ ചെയ്ത പടങ്ങൾ പുറത്ത് ഇറങ്ങി എങ്കിൽ മാത്രമല്ലേ നമ്മൾ ആർട്ടിസ്റ്റ് ആവുന്നുള്ളൂ, അല്ലേ? അത് തിയേറ്ററിലെത്തി ജനങ്ങൾ കാണുമ്പോഴേ നമ്മൾ ആർട്ടിസ്റ്റ് ആവുന്നുള്ളൂ. നമ്മൾ പറവറ കുറെ പടങ്ങൾ ചെയ്തു, പടം എല്ലാം പെട്ടിയിലാണെങ്കിൽ നമുക്ക് എന്ത് തെളിവാ കൊടുക്കാനുള്ളത്? ചെയ്തിറങ്ങിയ പടം വിജയിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. എന്നെ സംബന്ധിച്ച് എനിക്ക് എത്തിക്സ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞു, 99%. അപ്പൊ എന്നോട് ചോദിച്ചാൽ അടുത്ത 1% എന്താ? ഞാൻ പറഞ്ഞു, ഇൻ കേസ് അന്നേ ദിവസം ഞാൻ അമേരിക്കയിലോ യൂറോപ്പ് ഗൾഫിലോ ദുബായിലോ എനിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിൽ ദൂരത്തിലോ ഞാൻ വയ്യാതെ കിടക്കുന്ന സിറ്റുവേഷനോ ആണെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിക്കുകയല്ലാതെ എനിക്ക് എത്തിച്ചേരാൻ പറ്റില്ല. വേറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാലും അവിടുത്തെ ഡയറക്ടറുടെ കാല് ഞാൻ പിടിച്ചെങ്കിലും എന്നെ ഇതിൽ വിടണേന്ന് ഞാൻ അപേക്ഷിക്കും. അതിനൊന്നും എനിക്കൊരു മടിയില്ല. ആരുടെ കാല് നക്കാനും എനിക്കൊരു മടിയില്ല, ഒരു ഈഗോ ഇല്ല.